സർ നമസ്കാരം. നമസ്കാരം. സർ, നമ്മുടെ രാജ്യത്ത് ഈ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഐക്യമില്ലാതായിട്ട് കാലങ്ങളായി, പക്ഷെ ഇപ്പോഴും ഐക്യം ആചരിക്കുന്നു. അതുമാത്രമല്ല, മതങ്ങൾ തമ്മിൽ തല്ലാനുള്ള ഒരു അവസരങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യം പോവുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം നടന്ന മല്ലികാർജുന ഖാർഗെ അദ്ദേഹം ഉത്തരഖണ്ഡിലെ ഹൽദ്വാനി എന്ന് പറഞ്ഞ രാമലീല എന്ന് പറഞ്ഞ മൈതാനിൽ അദ്ദേഹം ഘോരാഘോരമായിട്ടുള്ള പ്രസംഗവും ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ അവിടെ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങിയതോടുകൂടി അവിടെ ശുദ്ധികലശം നടത്തിയത് മാത്രമല്ല, അവിടെ ഹോമവും ചെയ്തു. കാരണം അദ്ദേഹം വന്നുപോയതിന്, അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യക്തി ആയതുകൊണ്ട് അത് വല്ലാതെ ഈ പറഞ്ഞ ഇന്ത്യ മഹാജനങ്ങളെ ഓരോരുത്തരെയും അത് വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായി. അതിനെതിരെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഘടകത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ വരെ വിഷമങ്ങൾ അറിയിക്കുകയും ചെയ്തു. സർ, എന്താണ് ഈ രാജ്യത്ത് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? രതീഷ്, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒട്ടേറെ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് നമ്മുടെ രാജ്യം. പക്ഷേ ഇതിനെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ഭാരതീയ സംസ്കാരം ചരിത്രാതീത കാലം മുതൽ ഇവിടെ ഉണ്ട്. അത് ഇന്ത്യയുടെ മാത്രമല്ല, അത് അടിസ്ഥാനപരമായിട്ട് വന്നാൽ പാകിസ്ഥാനിലും ബർമയിലും തായ്ലൻഡിലും ഒക്കെ നിലനിന്നിരുന്നൊരു വലിയ സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. നമുക്ക് ഇവിടെ ഇത്തരം ചില മാനസികമായ വൈകൃതമുള്ള ആളുകൾ എല്ലാ രാജ്യത്തുമുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ലല്ലോ. അടുത്ത കാലം വരെ ബ്ലാക്സിനെ അവരറിയപ്പെട്ടിരുന്നത് നീഗ്രോ എന്നാണ്. ഇപ്പോഴവർ ബ്ലാക്സ് എന്ന് പറയുന്നത്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരൻ അനുഭവിക്കേണ്ടി വന്ന യാതനയുടെ ആഴം നമ്മൾ കാണണം. അമേരിക്ക ഏറ്റവും വലിയ സംസ്കാരമുള്ള രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നതല്ലേ. അവിടെ കറുത്ത വർഗ്ഗക്കാരൻ അനുഭവിച്ചിരുന്ന യാതനകൾ അത് ഒരു പരിധിവരെ ഒബാമയ്ക്ക് വരെ നേരിടേണ്ടി വന്നു. മുഹമ്മദ് അലി, നമ്മുടെ കാഷ്യസ് ക്ലേ ബോക്സിംഗ് ചാമ്പ്യൻ, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സമൂഹത്തിലും ഇത്തരം ചില ദുഷ്ടമനസ്സുകളോടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഭാഗമാണ് അവിടെ നടന്നത്. മല്ലികാർജുന ഖാർഗെ വന്ന ആ വേദി ശുദ്ധീകരിക്കാൻ പോയത് ചില മാനസിക വൈകൃതമുള്ള ആളുകളാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, മഹാഭാരതം രചിച്ചവരാണ്? വാൽമീകിയല്ലേ? അദ്ദേഹം കാട്ടാളനല്ലേ? എന്ന് പറഞ്ഞാൽ ആദിവാസിയല്ലേ? വ്യാസനാരാണ്? അദ്ദേഹം മുക്കുവനല്ലേ? അദ്ദേഹമല്ലേ മഹാഭാരതം രചിച്ചത്? എത്രയോ ഋഷിമാർ എല്ലാ സമുദായത്തിലും പെട്ടവരുണ്ട്. ഇതൊക്കെ പിൽക്കാലത്തുണ്ടായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഭാരതീയ സംസ്കാരം. വ്യാസൻ എഴുതിയ മഹാഭാരതവും വാൽമീകി എഴുതിയ രാമായണവും വായിക്കുന്ന, അവരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ജനത ഉള്ളപ്പോൾ, ആ ഒരു സംസ്കാരമുള്ളപ്പോൾ, ആ സംസ്കാരത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഖാർഗിനെതിരെ വന്ന ഇത്തരം സമീപനങ്ങൾ നിർഭാഗ്യകരമാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു അവസരം ഇവിടെ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്ത് ദളിതർക്ക് ജീവിക്കാനുള്ളൊരു അവകാശമില്ലേ? അത് ദളിതർക്ക് ജീവിക്കാൻ എന്നും ഇവിടെ അവകാശം. അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് ദളിതരുടെ സ്ഥിതി വളരെ വഷളായിരുന്നു പണ്ടും. ഇന്ന് അതിനെ ഘട്ടം ഘട്ടമായിട്ട് മാറി വരിക. ദളിതർക്ക് ജീവിക്കാൻ അവകാശമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രസിഡൻ്റ് ആരാണ്? ഈ പ്രസിഡന്റ് മുമ്പിരുന്ന പ്രസിഡൻ്റ് ആരാണ്? അല്ലേ? കേരളത്തിൽ നിന്നൊരു പ്രസിഡന്റ് പോയില്ലേ, KR നാരായണൻ. അദ്ദേഹം ആരായിരുന്നു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പൊതുസമൂഹം എന്ന് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിന് ചില അപവാദങ്ങളുണ്ട്. അതിനെ അങ്ങനെ വികാരപരമായിട്ട് സമീപിച്ചിട്ട് ദളിതർക്ക് അവകാശമില്ലേ, ദളിതർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമല്ലേ കേരളം? മധു എന്ന് പറയുന്ന ഒരു ദളിത യുവാവിനെ, ഒരു ആദിവാസിയെ മരത്തിൽ കെട്ടിയിട്ട് പരസ്യമായിട്ട് മർദ്ദിച്ചു വന്നത് കേരളത്തിലല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ്റെ സാഹിത്യകാരൻ കവിത എഴുതിയോ? അവരൊരു ഞെട്ടിയോ? എന്താ കാര്യം? അതിനകത്തെ പ്രതികൾ ഇടതുപക്ഷ അനുഭാവികളുണ്ട്, ചില ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതേ, ഇത്തരം തട്ടിപ്പുകളൊക്കെ ഇത് ചുമ്മാതെ ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവിടാനായിട്ട് ഇവിടെ ദളിതരില്ലേ, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പിന്നെ അവരുടെ പ്രശ്നങ്ങളുണ്ട്. കാലാകാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട ദളിത വിഭാഗങ്ങളുടെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ അവർ മാത്രമല്ല, നമ്മളുടെ ചേർന്ന് വേണം ഈ പിന്നോക്കം നിൽക്കുന്ന അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ. അല്ല, അവർ മാത്രമായിട്ട് വിചാരിച്ചാൽ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല, അതിന് കഴിയുമില്ല. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടത്, നമ്മുടെ രാജ്യം ഒന്നിച്ചു നിന്നാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനൊരു വിഘടനവാദമാക്കിയിട്ട് ദളിതർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ലളിതരെ എല്ലാം കൊല്ലുക, ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ദളിതർക്ക് സുഖമായിട്ട് ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ട്. ഇത്തരം അപവാദങ്ങളുണ്ട്. അത്തരം അപവാദങ്ങളെ നിഷ്കരണമായിട്ട് അടിച്ചമർത്തുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ചോദിച്ച് നിർത്തുകയാണ്. ഈ ജാതി മത വർണ്ണ വിവേചനം നമ്മളുടെ ഇന്ത്യയിൽ ഇല്ലാതാവില്ലേ? അത്
തുടച്ചു നീക്കാൻ പറ്റില്ല. അല്ല, ഇത് ചരിത്രം എടുത്ത് നോക്കിക്കോളൂ. ഓരോ കാലഘട്ടത്തിലും ചരിത്രത്തിൽ ഇത്തരം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്ത് അടിമകളെയായിരുന്നു അവരുണ്ടായിരുന്നത്. ഈ അടിമകളെ ഉപയോഗിച്ചാണ് റോമ സാമ്രാജ്യം കെട്ടിപ്പടുത്തതൊക്കെ. അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കൻ തോട്ടങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ അടിമകളാണ്. വേറൊരു രസമുണ്ട്. മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവർ വെള്ളക്കാരെ അടിമകളാക്കിയിട്ടുണ്ട്. അതറിയാമോ? കറുത്തവൻ മാത്രമല്ല, കറുത്തവൻ വെള്ളക്കാരെ അടിമകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ കഴിയുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിലുള്ളത്. അമേരിക്കയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നൊക്കെ വ്യത്യാസമായി ഒരു സംസ്കാരത്തിൻ്റെ ധാരയാണ് ഭാരതീയരെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ആ ധാര തകർക്കാനാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്, ഇവിടുത്തെ ചില മതസംഘടനകൾ ശ്രമിക്കുന്നത്, ഇവിടുത്തെ ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നത്. ഈ ധാര ഇത് ധാര അനുസ്യൂതമായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. 600 കൊല്ലം മുസ്ലിങ്ങൾ രാജ്യം ഭരിച്ചില്ലേ? മുസ്ലിങ്ങൾ ചെന്ന എല്ലാ രാജ്യങ്ങളും അവരെല്ലാം കൺവേർട്ട് ചെയ്ത് മുസ്ലിങ്ങളാക്കിയിട്ടില്ലേ? മുസ്ലിം രാജ്യമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് മുസ്ലിം രാജ്യം ഇന്ത്യ ആക്കാൻ പറ്റിയത്? ശക്തമായ ഒരു സാംസ്കാരികമായ ധാരയുണ്ട്. 200 കൊല്ലം ബ്രിട്ടീഷുകാരൻ ഭരിച്ചില്ലേ? അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്നല്ലാതെ ഈ സംസ്കാരത്തെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ സാംസ്കാരിക ധാര, ഭാരതത്തിൻ്റെ മഹത്തായ ഒരു സാംസ്കാരിക ധാര മുന്നോട്ട് തന്നെ ഒഴുകും. അതിന് ഇത്തരം ചില വിഘടനവാദികളും വിഘടന ചിന്തകളും സങ്കല്പങ്ങളും ചെലുത്തി നമ്മുടെ സമൂഹത്തെ വിഭജിക്കാൻ ഒരു ശ്രമം നടന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. ഇത്തരം ദളിതരെ ജീവിച്ചിരുന്നത് 947 തൊട്ട് ജീവിച്ചിരുന്നല്ലോ ഇവിടെ. അന്നാരാ ഭരിച്ചുകൊണ്ടിരുന്നത്? കോൺഗ്രസ് അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? നെഹ്റു ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതുണ്ടായിട്ടില്ലേ? ഇന്ദിരാഗാന്ധി ഭരിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ? രാജീവ് ഗാന്ധിയൊക്കെ. ഇനിയും ഏത് ഗവൺമെൻറ് വന്നാലും ഇത്തരം കാര്യങ്ങളുണ്ടാകും. അതിനെ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേരിടുകയാണ് ചെയ്യുന്നത്. സാർ പറയണതൊക്കെ ശരിയാണ്. പണ്ട് കാലത്തെ കാര്യങ്ങളാണ് സാർ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ശരിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അത് മാറേണ്ട സമയമായില്ലേ? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടക്കുന്ന ഒരു കാലമാണ്. ഇനി വരുന്ന തലമുറ എന്ന് പറയുന്നത് ബീറ്റ സമൂഹമാണ്. അതായത് ജെൻസി കഴിഞ്ഞ് ബീറ്റയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും വരുന്ന തലമുറകൾ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? ഇപ്പോഴും പഴയ ജാതി, രാഷ്ട്രീയ, ജാതി, വർണ്ണത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിവേചനം ഇനിയും വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏറ്റവും വലിയ വൻ ശക്തിയായിട്ടുള്ള രാജ്യമാണ്. അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്താണ് ഏറ്റവും വലിയൊരു വർണ്ണവിവേചനം ഒരു ജാതിക്കാരനോട് ഉണ്ടായത്. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങുന്നു, അവിടെ ഹോമം ചെയ്യുന്നു, അതിനെ പുണ്യാഹം തെളിച്ച് അവിടെ ശുദ്ധികലശം നടത്തുന്നു. സ്വാഭാവികമായിട്ടും അത് ഒരു മാനസികമായിട്ട് ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് വരെ ഇതെന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ. കുഞ്ഞുണ്ണി മാസ്റ്റർ എഴുതിയൊരു കവിതയുണ്ട്. ഇന്ത്യ എന്തിങ്ങനെ ഇന്ത്യയായിപ്പോയി എന്നതിനുത്തരം കിട്ടിപ്പോയി ഇന്നെനിക്ക്. ഞാനത് നന്നാക്കാൻ ഒട്ടും ശ്രമിച്ചില്ല ഇന്നേ വരയ്ക്കും ഒരു നിലയ്ക്കും. അതെനിക്ക് പറയാനുള്ളത്. ഈ രാജ്യം നന്നാവാൻ എല്ലാവരും ശ്രമിച്ചില്ലേ പറ്റുള്ളൂ. എല്ലാവരെയും വിമർശിക്കാൻ നമുക്ക് നല്ലതാണ്, എളുപ്പമാണ്. ആദ്യം ഓരോ വ്യക്തിയും മാനസികമായ പരിവർത്തനത്തിന് വിധേയമായേ പറ്റുള്ളൂ. അത് ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ സംഭവിക്കും. അങ്ങനെ പരിവർത്തനത്തിന് വിധേയമാകാൻ ഓരോ വ്യക്തിയും പ്രേരിപ്പിക്കണമെങ്കിൽ നമുക്കൊരു പൊതുവായ സംസ്കാരം വേണം. ആ സംസ്കാരത്തിൻ്റെ അനുസ്യൂതമായൊരു ധാര നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്നുണ്ടാകണം. അത് ഇന്ത്യയിലുണ്ട്. അത് തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ വരും. ഇത്തരം സംഭവങ്ങളൊന്നും പുതിയ സംഭവമൊന്നുമല്ല. വയലാരവിയുടെ ഭാര്യ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേഴ്സിദേവി പോയി അവിടെ തീർത്ഥം തളിച്ചു എന്നൊരു ആരോപണം ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും ഗായകൻ യേശുദാസിന് ശബരിമല പോകാൻ ഗുരുവായൂർ പോകാൻ പറ്റാത്തതിൻ്റെ സ്ഥിതി എന്താണ്? അത്തരം അനാചാരങ്ങൾ മാറണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു സമയത്ത് ഈ അനാചാരങ്ങളെല്ലാം മാറും. കാരണം നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന സാംസ്കാരിക ധാര ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനെ നന്നാക്കാൻ നമ്മുടേതായിട്ട് ശ്രമത്തിൽ ശ്രമിക്കാം. അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വർണ്ണ വിവേചനമില്ലാത്ത ഒരു ഇന്ത്യ സൃഷ്ടിക്കട്ടെ. അത് സൃഷ്ടിക്കും താമസിയാതെ തന്നെ. തീർച്ചയായിട്ടും. താങ്ക് യു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.